ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ബീസ്റ്റ് സൺ നെക്സ്റ്റിൽ ആഡ് ഫ്രീ എന്റർടൈൻമെന്റ് ഇപ്പോൾ ഒരു മാസം വെറും 99 രൂപയ്ക്ക്. അവള് തീർച്ചയായിട്ടും ആ കേസിന്റെ കാര്യത്തിന് വേണ്ടി തന്നെയാ പുറത്തു പോകുന്നത്. അവളുടെ കയ്യില് എന്തൊക്കെയോ വിലപ്പെട്ട കള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചെന്നെ ഒതുക്കാനാ ശ്രമിക്കുന്നത്. അവൾ എവിടെയാ പോകുന്നതെന്ന് കൃത്യമായി കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അവളും അർജുനും ആ ജോർജ് ഊട്ടിയും ചേർന്ന് എന്തൊക്കെയോ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. കേസിന്റെ കാര്യത്തിനാണെങ്കിൽ അവൾ എന്തിനാ അവളുടെ കയ്യിലെ വളയും മോതിരമൊക്കെ പണയം വെക്കുന്നത്? അർജുന്റെ കയ്യില് ആവശ്യം പോലെ പണമില്ലേ? പോരാത്തതിന് ഇവിടുത്തെ മുഴുവൻ സാമ്പത്തികവും കൈകാര്യം ചെയ്യുന്നത് അവളാ. അത്രയും കാശ് കയ്യിലുള്ളപ്പോ പണയം വെച്ച് കാശുണ്ടാക്കേണ്ട കാര്യം എന്താ? അപ്പൊ അതിന്റെ പിന്നിൽ മറ്റെന്തോ ഗൂഢാലോചനകളുണ്ട്. വളയും മോതിരവും പണയം വെച്ചെന്നോ? അതെന്തിനാ? ആകെ ദുരൂഹതകളാണല്ലോ. അവൾ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് എന്തായാലും ആന്റി അവളുടെ മുറി ഒന്ന് പരിശോധിക്കും. എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കില്ല. ഞാൻ അതിനുള്ളൊരു അവസരത്തിന് കാത്തിരിക്കാം മോളെ. എന്ത് ചെയ്യാനാ? എന്തു പറ്റി മധു? കൊറേ നേരമായിട്ട് വിഷമിച്ചു നിൽക്കുന്നല്ലോ. എങ്ങനെ വിഷമിക്കാതിരിക്കും മാധുരി ചേച്ചി? എന്നാലും മാധുരി ചേച്ചിക്ക് എന്നെ ഈ ഗതി വന്നല്ലോ. എല്ലാം തകർന്നില്ലേ? തകർന്നു? എന്ത് തകർന്നു? ഇവിടെ ഭൂമി ഉൽക്കോ മറ്റോ വന്നോ? ഭൂമി ഉൽക്കം വന്നാ എത്ര നന്നായിരുന്നു. ഒറ്റയടിക്ക് എല്ലാരും കൂടെ മണ്ണിന്റെ അടിയിലേക്ക് അങ്ങ് പോവായിരുന്നല്ലോ. പിന്നൊന്നും കാണുകയും വേണ്ട, കേൾക്കുകയും വേണ്ട. ഇതിപ്പോ അങ്ങനെയാണോ? ഒന്ന് കാര്യം പറ മധു. മാധുരി ചേച്ചിക്ക് കാര്യം മനസ്സിലായി, എന്നാലും അറിഞ്ഞുകൂടാത്തതുപോലെ ഒരു ആക്ടിങ്. ഞാൻ പറയാം, മരുമോളുടെ കാര്യം ഓർത്താ ഞാൻ വ്യാകുലപ്പെടുന്നത്. പൂജയുടെ. പൂജയ്ക്ക് എന്തു പറ്റി? പറ്റിയത് പൂജയ്ക്കല്ല, മാധുരി ചേച്ചിക്കാ. വല്ലാത്ത പറ്റായിപ്പോയി. മോൻ താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് ഇങ്ങനത്തെ പെണ്ണാണെന്ന് അറിയുമ്പോഴുള്ള പറ്റേ. പറഞ്ഞു പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കാൻ നോക്ക. പക്ഷെ മധു, എനിക്ക് ഒരു വിഷമവും ഇല്ല. സമ്മതിച്ചിരിക്കുന്നു മാധുരി ചേച്ചി. വിഷാദ ഉള്ളിൽ ഒതുക്കാനുള്ള മാധുരി ചേച്ചിയുടെ കഴിവുണ്ടല്ലോ. അതിനാ അവാർഡ് തരേണ്ടത്. മാധുരി ചേച്ചിയുടെ മനസ്സ് എന്തുമാത്രം പൊട്ടിക്കരയാണെന്ന് എനിക്കറിയാം. കണ്ടോ, ഞാൻ പറഞ്ഞപ്പോ ഒന്ന് മനസ്സിടിഞ്ഞു. മുഖം മനസ്സിന്റെ കണ്ണാടിയാ ചേച്ചി. ചേച്ചിയുടെ ഉള്ളിലെ വിഷമം മുഖത്ത് തെളിഞ്ഞ് കാണാം. ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ള പോലല്ല ഇപ്പൊ പറയുന്നത്. ഇതിപ്പോ കാര്യമായിട്ടുള്ള പറച്ചില്ല. പൂജയുടെ പോക്കത്ര ശരിയല്ല. സ്വാമി ശരണം. എന്റെ മോളെ, പുര കത്തുമ്പോ വാഴ വെട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോ മോള് പുര കത്തിച്ചിട്ട് വാഴ വെട്ടുക. ഒരു മനപ്രയാസം ഉണ്ടാക്കി വിട്ട് അതിൽ ആദി കൂട്ടുക. അതെ, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങൾ പുറത്തുനിന്ന് വന്ന ആളാ. ഇന്നലെ വന്നു, നാളെ പോവും. വീട്ടില് നടക്കുന്നതൊക്കെ നിങ്ങൾക്കൊരു തരം ഒരു രസം. വീട്ടുകാരിൽ നിന്നും നേട്ടം കിട്ടാനായി അവരെ സുഖിപ്പിച്ചങ്ങ് നിർത്തും. ഞാനേ ഈ വീട്ടിലെ ആളാ. ഈ വീട്ടുകാർക്കൊരു കേട് വന്ന അതിന്റെ ദണ്ണം എനിക്കുണ്ട്. ചേച്ചി, ഞാനൊന്ന് കിടക്കാണേ. മാധുരി ചേച്ചിയുടെ മനസ്സൊലഞ്ഞു. വിചാരിച്ചത് നടന്നു. വിചാരിച്ചത് നടന്നു? നടന്നു. എന്ത് വിചാരിച്ചെന്ന്? എന്ത് നടന്നെന്ന്? പിന്നെ ഉച്ചയ്ക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടെങ്കിൽ അത് മതിയേ. മാമ്പഴ പുളിശ്ശേരി കൂട്ടാൻ മനസ്സ് കൊതിക്കുന്നു. നല്ലോണം വെക്കണേ. ഇവളിതെവിടെയാ പോകുന്നേ? കോടീശ്വരനായ അച്ഛനെ കണ്ടുപിടിക്കുവോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പോക. അതോ ഇനി വേറെ എവിടെയെങ്കിലും പോകുന്നതാണോ?
നിക്ക് നിക്ക്, എവിടെ പോയിട്ട് വരുമോ? ഞാനേ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോയിട്ട് വരാം. ആന്റിക്ക് എന്താ? എന്താ എന്താ പറഞ്ഞ? കേട്ടില്ലേ? ആന്റി കാതൊന്ന് ടെസ്റ്റ് ചെയ്യണം. ഞാൻ എനിക്ക് തോന്നിയ സ്ഥലത്ത് പോയിട്ട് വരികയാണെങ്കിൽ ഓങ്ങുകയേ ഉള്ളൂ, തല്ലത്തില്ല. തല്ലിയാലേ വിവരം അറിയും. നിനക്ക് വട്ടായോ? ആ എടി, ഞാൻ മധുമിതയാ, മധുമിത. ഞാനേ പൂജയാ, പൂജ. എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ തലയിടാൻ വന്ന് കളി മാറും. അമ്മേ, മാധുരി ചേച്ചി. അമ്മേ, ചേച്ചി, ഇതേ യഥാർത്ഥ പൂജയല്ല, വേറെ ഏതോ പൂജയാ. നീ എന്തേ പറയുന്നേ? ഇവളെന്നെ തല്ലൂന്ന് പറഞ്ഞമ്മേ. ഇവൾ എന്റെ നേരെ കൈ ഓങ്ങിയമ്മേ. നിനക്ക് അത്രയ്ക്ക് ധിക്കാരോ? ഈ നിൽക്കുന്ന എന്റെ മോളാ മധുമിത. അച്ഛമ്മേ, ഞാൻ ആകെ തളർന്നു വരിക. ആ സമയത്ത് മധു ആന്റി എന്നോട് എവിടെ പോയിട്ട് വരികയാണെന്ന് ചോദിച്ചു. അത് മധു ആന്റി അറിയേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ മധു ആന്റി എന്നെ തല്ലാൻ വന്നേ. എവിടെ പോയെന്ന് മധു അറിയേണ്ട കാര്യമില്ലെന്നോ? അച്ഛമ്മേ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം, എന്റെ ജീവിതത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിന്റെ പുറകെ. കാര്യം എന്താണെന്ന് ഞാൻ എല്ലാവരോടും പറയാം. കുറച്ചുകൂടി സമയാവട്ടെ. പിന്നെ മധു ആന്റിയോട് ഞാൻ ഷാർപ്പായി പ്രതികരിക്കുന്നത് മധു ആന്റി എന്നോട് ആ രീതിയിൽ പ്രതികരിക്കുന്നത് കൊണ്ടാണ്. നിക്ക്. അല്ല, ഇപ്പൊ ഞങ്ങളോട് പറയാൻ പാടില്ലാത്ത എന്ത് രഹസ്യം ഇപ്പൊ നടക്കുന്നത്? കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പറയാനുള്ളത് ഇപ്പൊ പറഞ്ഞാലെന്താ? അമ്മേ, അങ്ങനെ സ്വകാര്യമായ രഹസ്യങ്ങൾ എനിക്കില്ല എന്ന് അമ്മയ്ക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമല്ലോ. ഞാൻ മനസ്സിൽ കാണുന്ന ഒരു കാര്യം പൂർണ്ണതയിൽ എത്തിയിട്ട് എല്ലാവരെയും അറിയിക്കാനാ എന്റെ ആഗ്രഹം. അതെന്റെ ഒരു തൃപ്തിക്ക് കൂടി വേണ്ടിയ. എല്ലാവരും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, ഒന്ന് പൂർണ്ണതയിലെത്തിയിട്ട് ലോകത്തെ അറിയിക്കാൻ. അടിപൊളി, അടിപൊളി. ആഹാ, മാധുരി ചേച്ചിയോടും കൂടി നേർക്ക് നേരെ സംസാരിക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതുമായി ബെസ്റ്റ് കണ്ണാ, ബെസ്റ്റ്. ഇതിനേക്കാൾ ഭേദം എനിക്കിട്ടൊന്ന് തല്ലുന്നതായിരുന്നു. മാധുരി ചേച്ചിയെ അവഹേളിക്കുന്നതിനുള്ള വേദന എന്തായാലും ആ തല്ലിനുണ്ടാവില്ല. മാധുരി, എന്തൊക്കെയാ നടക്കുന്നത്? അല്ലമ്മേ, പൂജമോള് എന്തോ ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യായിരിക്കും. നേരാ, ചൊവ്വയിലോട്ടൊരു റോഡ് വെട്ടുവോ? അതിന്റെ കരാറ് കോൺട്രാക്ടർ പൂജയാ. റോഡ് വെട്ടിക്കഴിഞ്ഞു, ഇനി ടാറിംഗ് കൂടെ ബാക്കിയുണ്ട്. അപ്പൊ പൂർണ്ണതയിലെത്തും. അതിന് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോ നമ്മളെയും വിളിക്കുന്നു. ഈ പൂർണ്ണത കഥ വിശ്വസിക്കാൻ മാധുരി ചേച്ചിക്ക് ഒരു ഉളുപ്പുമില്ലേ? മരുമോൾക്ക് പറ്റിയ അമ്മായി. മാധുരി വിഷമിക്കണ്ട, അന്ന് പറഞ്ഞതുപോലെ നമുക്ക് കാത്തിരിക്കാം. എന്താ സംഭവിക്കുന്നത് നോക്കാം. അമ്മേ, ഇതൊരു കുടുംബത്തിനെ മുഴുവൻ ബാധിക്കുന്ന കാര്യ. ഒരാഴ്ച പോയിട്ട് ഒരു നിമിഷം പോലും കാത്തിരിക്കരുത്. മധു, ആവശ്യമില്ലാതെ സംസാരിക്കണ്ട.
സർ ആ സർ സാറിന്റെ കൂടെ ഞാനും കൂടി ഒന്ന് വന്നോട്ടെ. എങ്ങോട്ടാ? എന്താ എന്റെ ഓഫീസിലേക്കാണോ? അല്ല, വഴിയിൽ ഒരിടത്ത് ഇറങ്ങണം. പിന്നെന്താ? അല്ല, ഫ്രണ്ടിനെ മീറ്റ് ചെയ്യണോ? അല്ല സർ, എനിക്കൊരു സ്ഥലം വരെ പോണം. എവിടെയാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം ഞാൻ ചോദിക്കുകയും താനത് പറയാതിരിക്കുകയും ചെയ്താൽ എനിക്കത് വിഷമാവും. സാറിനോട് പറയാൻ സമയമായിട്ടില്ല. അല്ല, യഥാർത്ഥ അച്ഛനെങ്ങനെ തിരിച്ചു കിട്ടിയോ? അവിടേക്കാണോ? സാറ് മനസ്സിലാക്കി കളഞ്ഞു. അതെ സർ, സാറിന്റെ ഊഹം ശരിയാണ്. അച്ഛനെ കണ്ടുപിടിച്ചു. എന്താ സർ, എന്റെ അച്ഛനെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞപ്പോ സാറിനൊരു ടെൻഷൻ? ആ, എനിക്കെന്ത് ടെൻഷൻ? എന്റെ സാറേ, ഞാൻ വെറുതെ പറഞ്ഞതാ. സാറിനെ പോലെയുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ടിൽ നിന്നും ഞാൻ ഒന്നും മറച്ചു വെക്കില്ല. അങ്ങനെ മറച്ചു വെക്കുന്നെങ്കിൽ ഞാൻ അത്രയും നന്ദിയില്ലാത്തവളും വിശ്വസിക്കാൻ കൊള്ളാത്തവളും ഒക്കെ ആയിരിക്കണം. സാർ എന്റെ ഒരു ബലമല്ലേ, ശക്തിയല്ലേ? കുറച്ചു ദിവസത്തിനകം ഞാൻ പറയാം എന്താണ് എന്റെ തിരക്കെന്നും ഞാൻ എവിടേക്കാണ് പോകുന്നതെന്നും. കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് സെറ്റാക്കാനുണ്ട്. അതിന്റെ കുറെ ഓട്ടങ്ങൾ കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ പറയും. അതുവരെ വെയിറ്റ് പണ്ണുങ്കോ സ്വാമി. പുറത്ത് നല്ല ചൂടാണ്. അതെ സർ. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹിയാണ്. അതെ. നയാഗ്രയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. എന്താ സർ, വസന്തനങ്ങളുടെ അസുഖം പകർന്നോ? തലയ്ക്ക് അടി വല്ലതും ഏറ്റോ? ഏയ്, അതൊന്നുമില്ല. താനൊന്നും മിണ്ടാതെ എന്തോ ആലോചിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് തനിക്കൊന്നും പറയാനില്ലാന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ എന്തേലും പൊതുകാര്യം സംസാരിച്ച് മിണ്ടിയും പറഞ്ഞു ഇരിക്കാന്ന് ഞാനും കരുതി. അയ്യോ സർ, അതല്ല. ഞാൻ കരുതേ ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് പറയാത്തതില് സാറിന് എന്നോട് ദേഷ്യമാണെന്ന്. എടോ, താൻ എങ്ങോട്ടാ പോകുന്നതെന്ന് ഞാൻ അറിയേണ്ടതുണ്ടെങ്കിൽ താൻ പറയുമെന്ന് എനിക്കറിയാം. ഇതിപ്പോ ഞാൻ തൽക്കാലം അറിയേണ്ടാത്ത ഏതോ കാര്യമാണ്. അത് പറഞ്ഞില്ല എന്ന് വെച്ച് താൻ ടെൻഷൻ ആവണ്ട. സർ, ഞാൻ എല്ലാം വൈകാതെ പറയാം. എടോ, താൻ അതിന് വറീഡാവണ്ട. ഇറ്റ്സ് ഓക്കേ. വസന്തേട്ടാ, ആരെങ്കിലും വരുന്നുണ്ടോ നോക്കണേ. വരുന്നു പോകുന്നു, അതൊക്കെ തോന്നലുകളാണ് മകളെ. നമ്മളെല്ലാം തോന്നലുകളിലാണ് ജീവിക്കുന്നത്. വസന്തേട്ടാ, ആത്മീയതയാണെങ്കിലും ഒരുപാട് ആവരുത്, ദേഷ്യം വരും. ദേഷ്യം വിനാശകാരണമാകുന്നു. ദേഷ്യം അടക്കുന്നവനാരോ അവനാകുന്നു ഉത്തമ മനുഷ്യൻ. വസന്തേട്ടാ, എന്താ മധു? ആരെങ്കിലും വരുന്നുണ്ടോ നോക്കണം. എന്റെ സ്വഭാവം വെറുതെ മാറ്റരുത്. ഇല്ല മധു, നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സുവർണ അവസരമാണ്. സുവർണ അവസരം. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയും പോലെ നമുക്ക് കാശും കിട്ടും, അവളുടെ ഇമേജും പോവും. അവളെ കള്ളിയാക്കുന്നതോടെ അവൾ ഈ വീട്ടിന് പുറത്തായിരിക്കും. ഒരു വെടിക്ക് 3 പക്ഷി. അതെ, പക്ഷികൾ ദൈവത്തിന്റെ വരദാനമാകുന്നു കുഞ്ഞേ. ഒന്നും ഉണ്ടായിരിക്കും. ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. എടി പൂജേ, നിന്റെ ഇവിടുത്തെ പൊറുതി ഇന്നത്തോടെ തീരുകയാടി. ഓ, വരുന്നു വരുന്നു വരുന്നു. ആര് വരുന്നു? മനസാക്ഷി, എന്റെയും മധുവിന്റെയും മനസാക്ഷി. മനസാക്ഷി എല്ലാം കാണുകയല്ലേ മധു? ഭ്രാന്ത്.
മധു ആൻറ്റി, ഞാൻ കാശെടുത്ത് മാറ്റിവെച്ചു. മധു ആൻറ്റി കാശെടുക്കാൻ വരുമെന്നറിയായിരുന്നു. മറ്റൊന്നും തോന്നരുത്. ജീവിച്ചു പൊക്കോട്ടെ. ഇക്കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. സ്നേഹത്തോടെ പൂജ. നീ ഓവർ സ്മാർട്ടായല്ലേ? ചെവിയിലും വിളിക്കൂടി. എന്നെ ഇങ്ങനെ അപമാനിച്ചെന്ന് നിന്നോട് ഞാൻ പകരം ചോദിക്കും. ഇവിടെ തന്നെ ഇരിക്കട്ടെ, വരണ്ടായിരുന്നു. രൂപ കിട്ടിയോ? രൂപ എന്ന് പറയുന്നതേ മായാണ്, മായ. നടക്കം കൂടു പോ. സാർ ആ ടേണിങ്ങിന്റെ അവിടെ നിർത്തിയാൽ മതി. ഓക്കെ സാർ, വൈകിട്ട് കാണാം. ഓക്കെ പൂജ. എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയായിരിക്കും പൂജ പോയത്. എന്തായിരിക്കും അത്? ഇതേതാ ഈ വീട്? മക്കളെ, പൂജേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? പഠിക്കുകയായിരുന്നോ? അതേ ചേച്ചി. ഇരിക്കും. പൂജ മോളെ, എന്തുണ്ട്? ഇരിക്കും മീനാക്ഷിയമ്മ. ചേച്ചി, മീനാക്ഷി അമ്മയല്ലേ വസന്തനങ്ങളുടെ അമ്മ? ഇവരെന്താ ഇവിടെ? ഹാളും അടുക്കളയും മാത്രമേ വൃത്തിയാക്കിയിട്ടുള്ളൂ. ബാക്കി മുറികളൊക്കെ നാളെ കൊണ്ട് വൃത്തിയാക്കാം. മീനാക്ഷിയമ്മേ, കട്ടിലും ഫേർണിച്ചറും ഒക്കെ എല്ലാവർക്കും കൃത്യമായിട്ടുണ്ടല്ലോ. മോളെ, ഞങ്ങളൊരു കാര്യം ചോദിച്ചാ സത്യം പറയണം. എന്താ മീനാക്ഷിയമ്മേ? മോളുടെ വളയും മോതിരവും ഒക്കെ പണയം വെച്ചിട്ടാണോ ഇതിനുള്ള കാശ് തുരുക്കൂട്ടിയത്? ഇതാരാ പറഞ്ഞേ? ജീന മോള് പറഞ്ഞ്. എന്റെ മോളുടെ ഇത്രയും സ്നേഹം കിട്ടാൻ ഞങ്ങൾ എന്ത് പുണ്യമാണ് ചെയ്തത്? ഒരു വളയും മോതിരവും പണയം വെക്കുന്നതാണോ ഇത്ര ആനക്കാര്യം? ഞാൻ എന്റെ ഭർത്താവിനോട് അനുവാദം ചോദിച്ചു. അജുവേട്ടാ, സ്നേഹസദനത്തിലുണ്ടായിരുന്നവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോവാ. അതിനുവേണ്ടി അജുവേട്ടൻ കാശ് തരണ്ട, ഞാൻ എന്റെ വളയും മോതിരവും ഒക്കെ പണയം വെച്ചും സ്പോൺസേഴ്സിനെ കണ്ടുപിടിച്ചൊക്കെ കാശുണ്ടാക്കിക്കൊള്ളാമെന്ന്.
നിങ്ങളുടെ ദുരിതങ്ങൾ കാണാൻ എനിക്ക് ശേഷിയില്ലാന്ന് വെച്ചാ ഞാൻ സുഖാനുഭവങ്ങൾ മാത്രം ആഗ്രഹിക്കുന്നവളായി പോവില്ലേ? അപ്പോ അജുവേട്ടൻ പറഞ്ഞു, ഇത്രയും നന്മ നിറഞ്ഞ, ഇത്രയും പുണ്യം നിറഞ്ഞ ഈ കാര്യത്തിന് കാശ് കണ്ടുപിടിക്കുന്നത് എന്റെ കയ്യിലുള്ള ആഭരണങ്ങൾ വിറ്റിട്ടും പണയം വെച്ചിട്ടും ഒക്കെ ആകുമ്പോ അതിനൊരു പുണ്യം കിട്ടുന്നു. സ്വാതന്ത്ര്യ സമരത്തിലെ ഒരുപാട് സ്ത്രീകൾ അവരുടെ ആഭരണങ്ങൾ മഹാത്മാഗാന്ധിയെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അങ്ങനെയൊക്കെ അജുവേട്ടൻ പറഞ്ഞു. ഇഷ്ടമുള്ളതും സന്തോഷം പകരുന്നതുമായ കാഴ്ചകൾ കണ്ട് പരിചിതമായവർക്ക് ജീവിതത്തിലെ അപ്രതീക്ഷിത ദുരനുഭവങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഞാനും എന്റെ ഭർത്താവും അങ്ങനെയല്ല. മോളുടെ ഭർത്താവിനെ കൂടെ കൊണ്ടുവരാത്ത എന്താ മോളെ? ഞാൻ കൊണ്ടുവരും ചേച്ചി. ഇതിന്റെ ഉദ്ഘാടനം അടുത്ത ആഴ്ച നടക്കുമല്ലോ. ഉദ്ഘാടനം കഴിഞ്ഞ് ഒക്കെ ഒരു കൃത്യത വന്നതിന് ശേഷം ഞാൻ കൊണ്ടുവരാം. നല്ല മനുഷ്യനാ അദ്ദേഹം. ഒരുപാട് പാവപ്പെട്ടവരിൽ നിന്ന് കാശ് വാങ്ങാതെയൊക്കെ കേസ് വാദിക്കുന്ന ഒരാളാ. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ വീട്ടുകാരെയും ഞാൻ കൊണ്ടുവരും. മോളെ, മോനും മരുമോളും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട എനിക്ക് ജീവിതം തന്നത് മോളാണ്. ഇപ്പതാ എല്ലാവർക്കും ജീവിതം കിട്ടി. മോളെ എന്താ വിളിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. ദൈവം എന്ന് വിളിക്കണോ, ദേവതയെന്ന് വിളിക്കണോ, രാജകുമാരി എന്ന് വിളിക്കണോ? ദേ, പൂജാകുമാരി എന്ന് വിളിച്ചാ മതി. അല്ല മോളെ, ഇനിയും ബാക്കി ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട്. അതിനൊക്കെയുള്ള കാശ് എങ്ങനെ കണ്ടുപിടിക്കും മോൾ ഒറ്റയ്ക്ക്? ഞാൻ ഒറ്റയ്ക്കോ? എന്റെ മീനാക്ഷിയമ്മേ, നല്ല കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വിശാല മനസ്സുള്ള ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. പേപ്പറിലൊക്കെ വായിച്ചിട്ടില്ലേ, പ്രളയമൊക്കെ ഉണ്ടായപ്പോ കൊച്ചു കുട്ടികൾ വരെ എന്തൊക്കെ സംഭാവനകളാ ചെയ്തത്. അവരുടെ വേദനയിൽ വേദനിക്കുന്ന മനസ്സാണ് വേണ്ടത്. സ്വീകരിക്കുന്നവന്റെ യോഗ്യതയല്ല, നൽകുന്നവന്റെ മനസ്ഥിതിയാണ് വലുത്. ഒക്കെ റെഡിയാവും മീനാക്ഷിയമ്മേ. ചേച്ചി, ചേച്ചി ഇവിടുന്ന് പോണ്ട. നമുക്ക് പഴയതുപോലെ ഒന്നിച്ചു കഴിയാം. ചേച്ചി പോകണ്ട ചേച്ചി. ചേച്ചി ഇവിടെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. സ്നേഹസദനത്തിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടും മോളെ. ചേച്ചിയുടെ ഭർത്താവും സ്നേഹസദനത്തിൽ താമസിക്കോ?